ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഗ്രേവിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന ഇടയിൽ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടാക്കണേ. അപ്പോൾ രാവിലത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മോണ്ടനെ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ അത് മദ്രസയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് എഴുതാനും പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഞാൻ എനിക്കുള്ള വെള്ളം തിളപ്പിക്കലും കുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളപ്പത്തിലേക്കുള്ള മാവ് ഞാൻ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ ഗ്രേവിയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകും ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ രാവിലെയൊക്കെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഞാൻ രാവിലെ കിച്ചണിലേക്ക് വന്ന അപ്പം തന്നെ ഞാൻ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സംഭവം ഞാൻ എടുത്ത് വെക്കാൻ മറന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ തണുപ്പോട് കൂടി തന്നെ പുഴുങ്ങിയെടുക്കുക എന്നുള്ളത് ഞാൻ സാധാ തണുപ്പോട് കൂടി അങ്ങനെ പുഴുങ്ങിയെടുക്കലില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ പെട്ടെന്ന് റെഡി ആവണമല്ലോ, മോട്ടേക്ക് പോകുമ്പോഴത്തേനെല്ലാം റെഡി ആവണോണ്ട് വേഗം തണുപ്പോട് കൂടി തന്നെ പുഴുങ്ങാൻ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഗ്രേവിയിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, ഞാൻ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷേ 2 ആട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മല്ലിയിലാണ്. പുതിന വേണ്ട, മല്ലിയില മാത്രം എടുത്താൽ മതി. അപ്പോൾ മല്ലിയില എന്തായാലും ഇതിൽ നമ്മൾ ചേർക്കണം കേട്ടോ. ഈ ഗ്രേവിക്ക് നമ്മൾ എന്തായാലും മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അത്യാവശ്യം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില കട്ട് ചെയ്ത് വന്നാൽ ഒരു അരപ്പിടിയോളം മല്ലിയില ഉണ്ടാവും കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണേ. ഇതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകും മല്ലിയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവി റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഇതുപോലെ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പം ചൂടലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്കാൻ കേട്ടോ, അങ്ങോട്ടേക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ നേരെയുള്ള ചിമ്മിണീൻ്റെ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ വർക്കാവില്ല. അപ്പോൾ ആ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗമ്മക്ക് നല്ലൊരു വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ചിമ്മിണി രാവിലെ ഓണാക്കിയപ്പോൾ ചിമ്മിണി ഓണാവുന്നുണ്ട്, പക്ഷേ അതുമത്തെ ലൈറ്റ് ഓൺ ആവുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയാണ്. അപ്പോൾ ലൈറ്റ് വെളിച്ചത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു ക്ലിയർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോ പാത്രത്തിന്മേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇതിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാനിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോട്ടിങ് ആണല്ലോ നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിന്മേക്ക് നമ്മൾ ക്യാമറ അടിക്കുമ്പോൾ അത് വേറൊരു ലൈറ്റായിട്ടാണ് കാണുന്നത്. അതാണ് ഒരു ബ്രൈറ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ സ്റ്റൗമുള്ള വീഡിയോ ഒരു ക്ലിയർ ഇല്ലാതായി തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ മുട്ട ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടും കണ്ടോ ഒന്ന് റോസ്റ്റ് ചെയ്ത് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാൻ അതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ടെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇട്ടെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് കരിഞ്ഞു പോകും, മുളകും പൊടി ഇതൊക്കെ കരിഞ്ഞു പോകും. കളറൊക്കെ ഒന്ന് വ്യത്യാസം വരും, അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോയാൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക, നമ്മളിങ്ങനെ കുത്തി അരിയില്ല അതുപോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കണേ. സവാള ഒന്ന് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ച് ഞാൻ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ തക്കാളിയുടെയും മല്ലിയിലൊക്കെ ഒരു പച്ചക്കുത്തലുണ്ടാവില്ല, അത് പോണ വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമല്ലോ, അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഗ്രേവി വറ്റി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലൻ്റെ പൊടി 1/4 ടീസ്പൂൺ ഇട്ടാം. ഇതും ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളെ പച്ച സ്മെല്ല് പോണവരെ ഇതുപോലെ നല്ലൊന്ന് ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുക ചെയ്തിട്ടാം, തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പ് ഇട്ടിരുന്നിട്ട് നമ്മൾ മസാലപ്പൊടി ചേർക്കുന്ന ടൈമിൽ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അത് മുട്ടക്കൊന്ന് ഞാൻ ഗ്രേവിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നമുക്ക് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി ആണോ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സവാളയുടെയും തക്കാളിയും പിന്നെ മല്ലിയിലേൻ്റെ ഒക്കെ കണക്ക് വെച്ചിട്ട് തുടങ്ങാം. നമുക്കൊരു 5 മുട്ട വരെ പുഴുങ്ങിയിട്ട് ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും ഗ്രേവി ഉണ്ട് കേട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുഴുങ്ങിയ മുട്ടക്ക് ഇവിടെ വലിയ താല്പര്യമല്ല, പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 മുട്ട വരെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് എടുക്കട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോണ്ടർക്ക് പിന്നെ ചായയൊക്കെ കൊടുത്തു, അവന് മാറ്റി റെഡിയായി വന്നു, അവനുള്ള ചായ കുടിച്ചു, അവൻ പോയി. പിന്നെ ബാക്കി അപ്പം ചുടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിലേക്കുള്ള കുറച്ച് മുരിങ്ങയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുക്കണം. അപ്പം ചുടണ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന ആ ടൈമിൽ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പേരിക്കറികളും പിന്നെ നമുക്ക് കറി വെക്കാനുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും അതൊക്കെ അരിഞ്ഞലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള പകുതി പണി കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കാം. ചോറും കറികളൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ പിന്നെ അതിന് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സമയം കണ്ടെത്തി അതിന് അരിയാൻ കുറേ നേരം കട്ട് ചെയ്ത് ഇരുന്ന് അങ്ങനെ നമ്മളെ സമയം വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ഈ ദോശ ചുടുന്ന ഇടയിൽ കൂടെ നമ്മൾ എന്തായാലും ദോശ ആയാലും എന്ത് കടിയായാലും നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറ് പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങയും ചെമ്മീനും കൂടെ കറി വെക്കാം കേട്ടോ, അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാനിപ്പോൾ ഇവിടെ അകത്ത് വന്നിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുതപ്പും കാര്യങ്ങളൊക്കെ എണീറ്റ് ഉടനെ മടക്കി വെച്ച് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനസ് മദ്രസിലേക്ക് മാറ്റി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് പറയുകയാണ് പിന്നെയും പുതപ്പൊക്കെ എടുത്ത് പുതച്ച് കിടന്നേ. നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ രാവിലെ. അപ്പോൾ അവന് പിന്നെ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ മൂടി പുതച്ച് കിടന്ന് പുതപ്പാട്ടത്. അപ്പോൾ ഞാൻ എണീറ്റ് അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്ത് വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്ലീനായിട്ട് നീറ്റായി കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ല. എങ്ങനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാലും മക്കൾ സ്കൂളിൽ പോകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു തട്ടിപ്പെറുക്കി കൊട്ടാനൊക്കെ ഉണ്ടാവും. ആ ഒരു പുസ്തകം അതും ഇതൊക്കെ അവിടെ ഇട്ടിട്ടും ഇവിടെ ഇടാനൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ബെഡ്ഷീറ്റ് കൊട്ടലും പുതപ്പ് മടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് രാവിലെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പണിയില്ലല്ലോ. പിന്നെ മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം നമുക്ക് തട്ടിപ്പെറുക്കി അടിച്ചേരി തുടക്കൽ അപ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടെ. ഇനിയിപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ നല്ല പൊടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പൗഡറിൻ്റെ പൊടി ഇതുമൊക്കെ എപ്പോഴും അപ്പോൾ അത് എന്നും ഇങ്ങനെ ഗ്ലാസ് തുടച്ചുകൊണ്ടിരിക്കുന്നാലും ഒരു ക്ലിയർ ആയി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് ക്ലീനാക്കി. ഇനിയിപ്പോൾ മക്കളുടെ പുസ്തകമൊക്കെ വെക്കണം അവിടെ നിന്ന് ഞാൻ നീറ്റാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് മോൻസിന് ചെരുപ്പ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ ചെരുപ്പിൻ്റെ ബോക്സിൽ അവൻ്റെ കളിക്കണ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചു. എന്നിട്ട് പുസ്തകമൊക്കെ ഒന്ന് നല്ല അട്ടിപ്പെറുക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ റൂമിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മറ്റേ ബെഡ്റൂമിലെ കാര്യങ്ങൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കിയിട്ട് പോയതായിരുന്നു. എന്നാലൊന്ന് ഞാൻ തലേന്ന് ഇതൊക്കെ ഒന്ന് കുഷ്യനൊക്കെ ഒന്ന് നല്ല റെഡിയാക്കി അവിടെ നീറ്റാക്കിയിട്ടേ. പിന്നെ നമ്മൾ ഡ്രസ്സ് കുറച്ച് മെഷീനിലിടാണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ മറ്റേ റൂമും ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കിച്ചണിലേക്ക് ഇടയ്ക്ക് പോയിട്ട് നമ്മൾ സ്റ്റൗവിൽ കറിയൊക്കെ വെച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ തേങ്ങ മിക്സിയിൽ അരക്കണ്ടായിരുന്നു, അത് അരക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടി അത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സോഫയിലെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പൊടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഇതൊക്കെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ പെട്ടണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലും നമ്മളിതൊക്കെ എന്നും ചെയ്യണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തുടക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് തുടയ്ക്കാൻ നിൽക്കണം. ഇപ്പോൾ ടൈം 8 ഒക്കെ ആയിട്ടുള്ളൂ, 8:45 ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് ആരെ ബെല്ലടിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ വരൂല, ബെഡൊക്കെ വാങ്ങണോ എന്നൊക്കെ ചോദിച്ച് കണ്ട് വരില്ല, അങ്ങനത്തെ ഒരാളാട്ടോ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ പാരാച്ചിട്ട് ഞാൻ പോയി നോക്കി.
അപ്പോൾ അവർ വേണ്ട പറഞ്ഞിട്ട് പോകണില്ല. പറഞ്ഞ് പഴയ ബെഡ് തന്നാലും ഞങ്ങൾ പുതിയ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ പോയി. പിന്നെ ഞാൻ ഡോറൊക്കെ അടച്ചു. പിന്നെ ഇതിപ്പോൾ തുടക്കലാണ്. അപ്പോൾ ഇതിപ്പോൾ മോനൂസ് മദ്രസ വിട്ട് വരാനായിക്കണേ. അപ്പോൾ ഇനി അവൻ വരുമ്പോഴത്തേന് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. മോനൂസ് ഇന്ന് സ്കൂളിലേക്ക് പോകണില്ല കേട്ടോ. അവനക്ക് നല്ല ചുമയുണ്ട്, പനിയൊക്കെ ഉണ്ട്. അപ്പോൾ മദ്രസക്ക് പോകാൻ തന്നെ ഒരു മടിയൊക്കെ ഉണ്ടേന്. പിന്നെ പരീക്ഷയല്ലേ, പൊതുപരീക്ഷയൊക്കെ അല്ലേ എന്നുള്ളതിലാണ് മദ്രസ പറഞ്ഞയച്ചേട്ടോ. അപ്പോൾ നല്ല ചുമയൊക്കെയാണ്. അപ്പോൾ ഇനി അവനൊന്ന് കാണിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ. അപ്പോൾ അവന് മദ്രസ ഇട്ട് വന്നിട്ട് അവന് കാണിക്കാൻ കൊണ്ടുപോകാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിലെ പണികളും അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചൺ തുടക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ നമ്മളെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യലും കബോർഡ് തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ കുറച്ച് ഒഴിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ സ്ക്രബ്ബർ ഇട്ടിട്ട് നമ്മളിപ്പോൾ മഴ ആയപ്പോൾ നല്ല ചളിയും കാര്യങ്ങളൊക്കെ തീർച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് സ്ക്രബ്ബർ ഇട്ടിട്ട് ഞാൻ കഴുകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലത്തെ പ്ലാന്റ്സുകളൊക്കെ കുറേ നാശമായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ വേറെ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ട് വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോക്ക്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.